എന്താടാ ഈ തമിഴത്തിൽ പെണ്ണുമായി കുറെ നേരമായിട്ട് നീ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ. ചേട്ടാ, ഞാൻ ഇവര് വിളിച്ചിട്ട് ഓട്ടം വന്നതാ. ഇവിടെ ഏതോ കൂട്ടുകാരി രോഹിണിയെ കാണാൻ വന്നാന്നാ പറഞ്ഞത്. ഞാൻ രോഹിണി ഫ്രണ്ട് മല്ലി. മല്ലിയാ? ആ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഇവളേതാ? ഇവള് നേരത്തെ ഓട്ടം ഇല്ലായിരുന്നല്ലോ. ഉണ്ടായിരുന്നു ചേട്ടാ, കറുത്ത പറഞ്ഞതുകൊണ്ട് ചേട്ടൻ ശ്രദ്ധിക്കാത്തായിരിക്കും. ഇത് എന്നോട് ഫ്രണ്ട് ഉമ്മ കുൽസു. ആ ഇപ്പൊ പിടികിട്ടി. നീയല്ലേടെ രോഹിണിയുടെ 2.5 പവന്റെ മാലയും അടിച്ചോണ്ട് കടന്നു കളഞ്ഞത്? അത് തിരുമ്പി കൊടുക്കരുതൊക്കെ താൻ വന്നതയ്യ. മാല രോഹിണിയുടെ അമ്മയുടെ കൈ കൊടുത്തിട്ടുണ്ട്. കൊടുത്താ? ചേട്ടൻ ഗോൾ അടിച്ചല്ലോ. കൊടുത്തല്ലേ? സന്തോഷായി. എന്നാ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ വിട്ടു, ഞാൻ പോയി രോഹിണിയെ കണ്ട് മാല വാങ്ങിച്ചോളാം. വാടാ. മാറി കൊടുക്ക. ആ പോയ 2.5 പവൻ തിരിച്ചു കിട്ടിയല്ലേ? അയ്യോ അയ്യോ, എന്താണ് എന്തോ എനിക്ക്? അയ്യോ അയ്യോ രോഹിണി പോയി. എനിക്കൊരു മുക്കുമാലയെ കൊണ്ട് തന്ന് രോഹിണിയെ കൊണ്ട് അവര് പോയി. അപ്പോ അവിടെ കണ്ട പറന്നക്കാരി രോഹിണിയായിരുന്നോ? ആ തമിഴത്തിൽ പെണ്ണ് അവളെ കൊണ്ട് പോയി. ആ നേറുകെട്ടവനെ കൊണ്ട് കെട്ടിക്കാന്. അയ്യോ,
എന്താടോ വീണ്ടും കാശ് വേണോന്ന് യാചിക്കാനാണോ വിളിച്ചത്? അയ്യോ അല്ല സാറേ, ഒരു കുഴപ്പം നടന്നത് പറയാൻ വിളിച്ചതാ. ചീത്ത പറയരുത്. ആദ്യം കാര്യം പറ, എന്നിട്ട് ആലോചിക്കാം ചീത്ത പറയണോ വേണ്ടേന്ന്. സാറേ, നമ്മുടെ രോഹിണി കൊച്ചില്ലേ? ആ, രോഹിണി കൊച്ച് പറയുന്നതിൽ വിഷമമുണ്ട്. കാര്യം പറയടോ, അവക്ക് എന്തു പറ്റി? വീണ്ടും കയ്യോ കാലോ മുറിച്ചോ അവള്? ഇല്ല, എന്നാലും വേണ്ടില്ലായിരുന്നു. ഇതിപ്പോ അവൾ ഇവിടുന്ന് സ്ഥലം വിട്ടിരിക്കുക. സ്ഥലം വിടാനോ? അതെ സാറേ, ഒളിച്ചോടി പോയി. ഒളിച്ചോടാനോ? അവളെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നല്ലേ ഞാൻ തന്നോട് പറഞ്ഞിരുന്നേ? പറഞ്ഞതാ സാറേ, പക്ഷെ നടന്നില്ല. ഇതെന്തോ മുമ്പേ പ്ലാൻ ചെയ്ത് വെച്ച് നടത്തിയ ഏർപ്പാടായത്. നശിപ്പിച്ചല്ലോ. പണിക്കൊന്നും പോവാതെ അവളെ നോക്കി വീട്ടിലിരിക്കാനല്ലേ ഞാൻ തനിക്ക് കാശും കോപ്പൊക്കെ തന്നിരിക്കുന്നത്. എല്ലാം ശരിയാ സാറേ, പക്ഷെ ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ച് കടത്തിക്കൊണ്ട് പോയതാ. ഞാൻ പറഞ്ഞില്ലേ, എന്തോ ഭയങ്കര പ്ലാനിങ്ങാ. ആരുടെ പ്ലാനിങ്? വിനയേന്ദ്രന്റെയോ? അല്ല, ഒരു പെൺകൊച്ചോ ഒരു പയ്യനും കൂടെ. പെൺകൊച്ചോ? അതെ സാറേ, കൂടെ ഒരു പയ്യനും കൂടെ ഉണ്ടായിരുന്നു. ഓട്ടയിലാ വന്നത്. ഞങ്ങൾ കുറെ പേര് പിന്നാലെ ഓടിയതാ, പക്ഷെ പിടിക്കാൻ കിട്ടിയില്ല. നിർത്തണം. ഒരു പണി ഏൽപ്പിച്ച് അതൊക്കെ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റാതെ നിന്നെയൊക്കെ പിന്നെ എന്തിനു കൊള്ളാം? എന്നോട് സാറ് ക്ഷമിക്കണം. അവൾ എങ്ങോട്ടാ പോയതെന്ന് സാറൊന്ന് പറഞ്ഞാ മതി. ആൾക്കാർ കൂടെ പോയി അവളെ പൊക്കിയെടുത്ത് സാറിന്റെ മുന്നിൽ കൊണ്ടിട്ടില്ല. അതെന്റെ ഒരു വാക്കല്ല, കോപ്പ്. അവൾ അവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും പോയിരിക്കാന്ന് എനിക്കറിയാം. ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും അവളെ ഞാൻ പൊക്കും, നോക്കിക്കോ. പൊക്കണം സാറേ, പൊക്കണം. സാറിന്റെ കൂടെ ഞാനുണ്ടാവും. എനിക്ക് തന്റെ ആവശ്യമില്ല. മേലാല് കാശെന്ന് പറഞ്ഞ് വിളിച്ചു പോരുത്, വൃത്തികെട്ട ജന്തു. ഹലോ സാറേ, സാറേ. വിനയചന്ദ്രൻ അവളെ എവിടേക്കായിരിക്കും മാറ്റിയത്? ആരാണ് ആ പെണ്ണും ചെക്കനെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ആ ഇക്ക, നിങ്ങളിപ്പോ വന്നത് നന്നായി. ആ വിനയൻ എനിക്കൊരു പണി തുടങ്ങിയിരിക്കുക. രോഹിണിയെ അവളുടെ സ്ഥലത്ത് ആരോ പറഞ്ഞു വിട്ട് വീട്ടിൽ നിന്ന് കടത്തിക്കൊണ്ട് പോയി. അവൾ അവന്റെ വീട്ടിലെത്താൻ പാടില്ല. അവനെ എങ്ങാനും അവള് കല്യാണം കഴിച്ച അതായിരിക്കും അലക്സിയുടെ ഏറ്റവും വലിയ തോൽവി. എങ്കിൽ നീ തോറ്റു കഴിഞ്ഞു. അവിടെ അമ്പലത്തിൽ വെച്ച് വിനയേന്ദ്രനും രോഹിണിയും തമ്മിലുള്ള വിവാഹം അല്പം മുമ്പ് നടന്നു. അതറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വിസ്മയാണ് അവളെ കടത്തിക്കൊണ്ടുവന്നത്. കൂടെ ആ മെക്കാനിക് ചന്തു ഉണ്ടായിരുന്നു. ഭയങ്കര തോൽവിയായി പോയല്ലോ. അലക്സി, ഇനിയെങ്കിലും നീ അത് വിട്ടേക്ക്. ഇനി അവളുടെ പിന്നാലെ പോകണ്ട. ദേക്കാ, വെറുതെ അഴകുഴഞ്ചം വർത്തമാനം പറഞ്ഞല്ലോ, എന്റെ വായിന്ന് കേൾക്കും കേട്ടോ. അവളാ രോഹിണി വിനയചന്ദ്രന്റെ കൂടെ ജീവിക്കില്ല എന്ന് ഈ അലക്സി തീരുമാനിച്ചതാ. അലക്സി തീരുമാനിക്കുന്നതേ അവളുടെ ജീവിതത്തിൽ നടക്കാവൂ. അതിന് വേണ്ട കരുക്കൾ ഞാൻ നേരത്തെ നീക്കിക്കഴിഞ്ഞു. അതിനിടയിൽ അവളെ കടത്തിക്കൊണ്ട് പോയാലും കഴുത്തിൽ താലി കെട്ടിയാലും അതിനപ്പുറം ഒന്നും നടക്കൂല, നടത്തില്ല ഈ അലക്സി. ഹൈക്കോടതി ലീഡിംഗ് അഡ്വക്കേറ്റ് പോത്തൻ സക്രയുടെ മകനാണ് ഈ അലക്സിയെങ്കിൽ വിനയന്റെയും രോഹിണിയുടെയും ദാമ്പത്യത്തിന് ഞാൻ ചെക്ക് പറഞ്ഞിരിക്കും. ഞാൻ പപ്പയൊന്ന് വിളിക്കട്ടെ. അത് വേണ്ട അലക്സി, ഇതിൽ നീ പപ്പ ഇടപെടിക്കണ്ട. ഇടപെടിയിക്കും. ഇപ്പൊ വിനയന്റെ ജീവിതത്തിൽ നിയമപരമായി സർജിക്കൽ അറ്റാക്ക് നടത്താൻ പപ്പ വിചാരിച്ചാലേ നടക്കൂ. ഹലോ പപ്പ.
ദാ അമ്മേ. ദാ മോളെ, വലത് കാല് വെച്ച് കയറ്. അല്ല, വീണ എവിടെ പോയി? കണ്ടില്ലല്ലോ. അവൾ ആ ചന്തുനെ വിളിച്ചോണ്ട് ബെഡ്റൂമിലേക്ക് പോയിരിക്കുക, വധുവരന്മാർക്ക് മണിയറ ഒരുക്കാൻ. ചേട്ടാ, അതവിടെ ചേരാ. ഇതൊക്കെ മതി. ലളിതമായ കല്യാണത്തിന് ലളിതമായ മണിയറ. നിനക്കെങ്ങനെ തോന്നുന്നു? കുഴപ്പമില്ലല്ലോ. ഉള്ളത് വെച്ച് ഒപ്പിച്ചില്ലേ? അതിന് ചന്തുവേട്ടനെ സമ്മതിച്ചിരിക്കുന്നു. സൂപ്പർ ഒന്നും അല്ലെങ്കിലും ഇതൊക്കെയാ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എന്നാണാവോ എന്തോ ഇതുപോലൊരു മണിയറയിൽ എനിക്ക് കയറാൻ പറ്റുന്നത്. അതിനെന്താ പ്രയാസം? ഒരു ദിവസം ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വന്നാ പോരെ? അത് കറക്റ്റ്. നീ നോക്കിക്കോ, ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒരാളെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഡേറ്റ് ഞാൻ പിന്നെ അറിയിക്കാം. ആരെ? ഒരാളുണ്ട്. ആരാണെന്ന് പറ. ചന്തുവേട്ടൻ ആരെ പ്രേമിക്കുന്നെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചോദിക്കുക. ഞാനൊരാളെ പ്രേമിക്കുന്നുണ്ട്, അത് സത്യ. അതാരാണെന്നല്ലേ ചോദിച്ചോണ്ടിരിക്കുന്നേ? അത് പറയില്ല ഞാൻ. ഞാൻ പ്രേമിക്കുന്ന കാര്യം അവൾക്കും ഒരു അറിയില്ല ഇതുവരെ. ഓ, പിന്നെയാ നിന്നോട് പറയുന്നത്. നടക്കില്ല മോളെ. അപ്പൊ വൺ വേ ആണ് സംഭവം. എന്നും പറയാം. ഇനി അവളോട് പറഞ്ഞ് സമ്മതം കിട്ടുമ്പോ വീണയോടും പറയാം. ഇപ്പോഴേ തൽക്കാലം മെഡിസിൻ എൻട്രൻസ് എഴുതാൻ തയ്യാറെടുക്കുമ്പോഴേ മോൾ ഈ വക കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട കേട്ടോ. ബെസ്റ്റ്. ഞാനേ ഒരേ സമയം 2-3 ലൈൻ വലിച്ചിട്ടുള്ള മോളാ. എന്നിട്ടും +2 ഫുൾ മാർക്ക് വാങ്ങിച്ചിട്ടുമുണ്ട്. അതാണ് എന്റെ മിടുക്ക്. 2-3 ലൈൻ ഒരുമിച്ചോ? അതെ. അതിനെന്താ ഇപ്പൊ പ്രശ്നം? ചന്തുവേട്ടനെ ഞങ്ങളുടെ ജനറേഷനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തോണ്ടാ. ഇഷ്ടം തോന്നിയ കുട്ടിയോട് ഇഷ്ടം തുറന്നു പറയാൻ പോലും ധൈര്യം കാണിക്കാത്ത ചന്തുവേട്ടന്റെ കാര്യം കഷ്ടമാണെന്നേ ഞാൻ പറയൂ. പ്രപ്പോസൽ അവതരിപ്പിക്കുന്നത് എങ്ങനെയെന്ന് അറിയണമെങ്കിലേ ചന്തുവേട്ടന് ഞാനൊരു സ്പെഷ്യൽ ക്ലാസ് തരാം. ഫീസ് എത്ര തരുമെന്ന് ആലോചിച്ച് പറഞ്ഞാൽ മതി. എന്നാലും എന്റെ ഭഗവാന് 2-3 പ്രേമൊക്കെ ഒരുമിച്ച് കൊണ്ടുകൊടുക്കാന്ന് പറഞ്ഞാ സമ്മതിക്കണം. ഇവള് മെഡിസിന് ചേരും മുമ്പേ പ്രേമത്തിന് ഡോക്ടറേറ്റ് എടുക്കുന്ന തോന്നുന്നു. പഴം അവിടെ വെച്ചേക്ക്. മോനെ, ഇത് പകുതി കുടിച്ചിട്ട് പകുതി മോക്ക് കൊടുക്ക്. കുടിക്ക്. പകുതിയാണ്. അതാ പകുതി. ഇത് പകുതി കഴിച്ചിട്ട് പകുതി കൊടുക്കണം. ഇങ്ങത്തെ പതുക്കെ കഴിക്കാം. മണിയറ റെഡി. ആരാ മണിയറ ഡെക്കറേറ്റ് ചെയ്തേ? നീ ഒറ്റയ്ക്കാണോ? ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ അസിസ്റ്റന്റാ. മെയിൻ ആള് ചന്തു ചേട്ടനാ. ഉള്ളത് പറഞ്ഞ എല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുമല്ലേ. സ്കൂളിൽ പോയിട്ട് മര്യാദക്ക് പഠിച്ചില്ല. ഇതെങ്കിലും പഠിച്ചു വെച്ചോ.
പെണ്ണ് കിട്ടുമ്പോഴേ മണിയറ ഒരുക്കാൻ വേറെ ആളെ നോക്കണ്ടല്ലോ. എന്തൊക്കെയാ പറയുന്നത്? വിമലേച്ചിക്ക് ഇത് ഫോണിലൂടെ എന്തൊരു ചുറ്റിക്കളി ഉണ്ടല്ലോ. ഇന്നത് കണ്ടുപിടിച്ചേ പറ്റൂ. പാലും പഴമൊന്നും കൊടുത്തില്ലേ? എന്താ നിനക്ക് വേണോ? അയ്യോ വേണ്ടേ. ഇതെന്താ പോലീസൊക്കെ? നീ അകത്ത് മുത്തശ്ശനോട് വിവരം പറപ്പോ. മുത്തശ്ശ, ദേ പുറത്ത് പോലീസ്. എന്ത് പോലീസ്? അയ്യോ, പോലീസോ? വിനയചന്ദ്രൻ ഇല്ലേ ഇവിടെ? വിളിക്ക്. സോറി സാർ, സ്റ്റേഷനിലെ ചിലർ പറഞ്ഞ് ഇവിടെ കല്യാണമാണെന്ന് അറിഞ്ഞിരുന്നു. പക്ഷേ ഐ ആം സോ സോറി. എന്താ മാത്യൂസേ? ഞങ്ങൾ വന്നത് വിനയചന്ദ്രനെ അറസ്റ്റ് ചെയ്യാനാ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.